ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈൽ ഒരു നത്തോലി കറിയാണ്. അതിനായി ആദ്യമേ തന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ചെറിയ പീസ് പുളി, 4 ചെറിയുള്ളി. നമ്മൾ ഇതിലേക്ക് മാങ്ങ കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പുളി ഇത്രയും ചെറുത് എടുത്തിട്ടുള്ളത്. പുളിച്ചിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പുളിച്ചിക്കയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് തട്ടി കൊടുക്കുക. കറിവേപ്പില ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർത്ത് അരയ്ക്കണം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അരച്ചെടുക്കുക. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിനാണ്. തോരന് അരയ്ക്കുന്നത് പോലെയോ അവിയലിന് അരയ്ക്കുന്നതിനെ പോലെയോ ഒന്നും അല്ല, അതിനേക്കാളും കുറച്ചുകൂടി അരച്ചിട്ട് വരണം. എന്നാൽ ഒരുപാട് മഷിയാവുകയും ചെയ്യരുത്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പകുതി മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 മുരിങ്ങയ്ക്കയുടെ പകുതി അതും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്റ്റൈൽ മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ച കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും മുളകും ഒക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോഴൊന്നും നമ്മൾ തീ കത്തിച്ചിട്ടില്ല. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. ഇത് വാങ്ങിച്ചപ്പം 500 ഗ്രാം 1 കിലോ ഉണ്ടായിരുന്നു. കഴുകി വന്നപ്പോൾ 300 ഗ്രാം ഒക്കെ ഉള്ളൂ. ഇതും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു സമയം തീ കത്തിച്ചു കൊടുക്കണം. നമ്മുടെ മീനൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും അടച്ചു വെക്കുക. പക്ഷെ ഫുള്ളായിട്ട് മൂടണ്ട, ചെറുതായിട്ടൊന്ന് സ്പേസ് വിട്ടിട്ട് മൂടിയാൽ മതി. ഇനി നല്ലപോലെ ഇരുന്ന് വറ്റി വരണം. ഓക്കെ, നമ്മുടെ നത്തോലി മീൻ റെഡി. ഇത്രയേ ഉള്ളൂ. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം.